ഗൈസ്, വെൽക്കം ബാക്ക്. ചില്ലി ചിക്കൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം, എന്താണെന്നറിയില്ല. വീട്ടിൽ നോക്കിയപ്പോൾ ചിക്കൻ ഒഴികെ ബാക്കി എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ചെടുക്കുമ്പോൾ രാവിലെ ഉമ്മ ഉണ്ടാക്കിയ ബാക്കി ഇഡ്ഡലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലീനെ കൊണ്ടൊരു ചില്ലി ആയാലോ, എങ്ങനെയാണെന്നല്ലേ? കമോൺ. ആദ്യം തന്നെ ബാക്കി വന്ന ഇഡ്ഡലി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി എടുക്കാം. അതിലേക്ക് വേറൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക്, ഉപ്പ്, ഗരം മസാല, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ മാരിനേറ്റ് ചെയ്തെടുക്കുക വേണ്ട. ഇതൊന്ന് മിക്സാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു തിക്ക് പേസ്റ്റാക്കി നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച് ഇഡ്ഡലി ഇട്ട് കോട്ടാക്കിയെടുക്കാം. ഇഡ്ഡലി നന്നായിട്ട് കോട്ടാക്കിയതിന് ശേഷം ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈമിൽ നമുക്ക് പച്ചക്കറിയൊക്കെ അരിയാം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ക്യാപ്സിക്കം, ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. 5 മിനിറ്റ് ആയതിനു ശേഷം വേറൊരു പാന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തേക്കാം. നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പാനിലേക്ക് അതേ എണ്ണേനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ യൂസാക്കിയ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗിഞ്ചറും 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും ഇട്ട് നന്നായിട്ട് വഴറ്റി ആവശ്യത്തിന് ക്യൂബാക്കി കട്ടാക്കി ഉള്ളിയിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളി ട്രാൻസ്പാരൻ്റ് ആവാൻ തുടങ്ങിയാൽ അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ സോസ് ഇടാം. ടൊമാറ്റോ സോസും ആവശ്യത്തിന് കൂടി ടൊമാറ്റോ സോസും സോയാ സോസും ചില്ലി സോസും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സോസുകളുടെ കണക്കൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. അറ്റ് ലാസ്റ്റ് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച് ഇഡ്ഡലി ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കസ്തൂരി മേത്തി ഉണ്ടായിനി. കസ്തൂരി മേത്തി ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വേവിച്ച ഇഡ്ഡലി ചില്ലി റെഡി. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ.